بسم الله الرحمن الرحيم إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു നബ അല്ലെങ്കിൽ സൂറത്ത് അമ്മ യത്സാഅലൂൻ അതാണ് വിശദീകരിച്ച് വന്നത്. അതിൽ നമ്മൾ അവസാനം വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ അതുവരെയാണ് വിശദീകരിച്ച് വെച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ. لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കുറേ പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ അത് ബഹുദൈവ വിശ്വാസികൾ സമ്മതിക്കുന്ന പ്രത്യേകതകളാണ്. ബഹുദൈവ വിശ്വാസികൾ സമ്മതിക്കുന്ന പ്രത്യേകതകളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ യതസാഅലൂന അനിൻ നബഇൽ അദീം അവർ പരസ്പരം ചോദിക്കുന്നു അന്നബഉൽ അദീമിനെ കുറിച്ച്, ആ മഹാവൃത്താന്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മഹാവൃത്താന്തത്തെക്കുറിച്ച് അവർ അന്യോന്യം ചോദിക്കുന്നത് എന്താണ്? ഒന്നുകിൽ നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആനാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഈ പരലോകമാണ്. ഏതായാലും മൂന്ന് വിഷയങ്ങളിലും അവർക്ക് എന്തുണ്ടായിരുന്നു? അന്യോന്യം പല ചോദ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഈ മഹാവൃത്താന്തത്തെക്കുറിച്ച് അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ ബഹുദൈവ വിശ്വാസികൾക്ക് ഒരൊറ്റ സ്വരമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പിന്നെ അവർക്ക് വിവിധ സ്വരമായിരുന്നു ഉണ്ടായിരുന്നത്. വ്യത്യസ്ത സ്വരമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിൽ അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുദൈവ വിശ്വാസികൾ തന്നെ അള്ളാഹുവിൽ സമ്മതിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദ വൽജിബാല ഔതാദ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിന് അവർ സമ്മതിക്കുന്ന പ്രത്യേകതകൾ എന്ത് ചെയ്യണം? അള്ളാഹു ഇവിടെ എന്നാണ്. അങ്ങനെയുള്ള അള്ളാഹുവാണ് ഈ നബഉൽ അദീം മഹാവൃത്താന്തം എന്ന് പറയുമ്പോൾ അത് പരലോകമാണ് എങ്കിൽ ഇപ്പോൾ പരലോകം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, ഖുർആൻ ആണെങ്കിൽ ഖുർആൻ. ഈ സത്യം അംഗീകരിക്കാൻ അള്ളാഹുവാണ് പറഞ്ഞത്. പരലോകത്തെ സംഭവിപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവാണ് സംഭവിപ്പിക്കുന്നത് എന്ന് ഉണർത്തുകയാണ്. അതായത് അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ
ഉണർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള ആ മഹാവൃത്താന്തത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബൗദ്ധ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ നിഷേധിച്ചിരുന്ന, അവർ പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ത്? പരലോക വിശ്വാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ധരിച്ചിട്ട് അവർ കളവാക്കുന്ന, നിഷേധിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് സ്ഥിരീകരിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫിറാഷ്, മിഹാദ് എന്നോണം ഒരുക്കിയത്, അതേപോലെ പർവ്വതങ്ങളെ ആണികളെന്നോണം ഒരുക്കിയത്, രാത്രിയെ സമാധാനത്തിൽ അന്തി ഉറങ്ങാൻ പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റിയത്, തുടർന്ന് അതേപോലെ തന്നെ വാനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിച്ചത്, പകൽ ജീവിത സന്ധാരണമാക്കിയത്, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകളൊക്കെ സമ്മതിക്കുന്നവരാരാണ്? ആളുകളാണ് ബൗദ്ധ വിശ്വാസികൾ. അപ്പോൾ അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സംഭവിപ്പിക്കുവാൻ, ഉണ്ടാക്കുവാൻ കെൽപ്പുറ്റവനും കഴിവുറ്റവനുമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ഉണർത്തുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരലോകത്തെ സംഭവിപ്പിക്കും എന്ന് പറയുന്നതിന് പകരം പരലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും അതാണ് വിഷയം. കാരണം എന്താ? എല്ലാവരും സമ്മതിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ആകാശങ്ങളുടെ വിഷയത്തിൽ, ഭൂമിയുടെ വിഷയത്തിൽ, പർവ്വതങ്ങളുടെ വിഷയത്തിലൊക്കെ, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതിനൊക്കെ പിന്നിൽ അള്ളാഹുവാണ് ഉള്ളത് എങ്കിൽ, അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരലോകം സംഭവിപ്പിക്കുക എന്നുള്ളത് എന്താണ്? സാധ്യമായൊരു സംഗതിയാണ്. അള്ളാഹ്ക്ക് അതൊരിക്കലും എന്തായാലും പ്രയാസമല്ല, ക്ഷിപ്രസാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം സംഭവിപ്പിക്കും ഞാൻ എന്ന് പറയുന്നതിന് പകരം ആ സംഭവിക്കാൻ പോകുന്ന പരലോകത്തിൻ്റെ ചില പ്രത്യേകതകൾ അതാണ് ഇവിടെ എന്ത് ചെയ്യണത്? വിശദീകരിക്കുന്നത്. ഇന്ന യൗമൽ ഫസ്ൽ കാന മീഖാത്ത. ഇന്നാണ് തീർച്ചയായും. യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ, പരലോകം. അതിന് യൗമുൽ ഫസ്ൽ എന്ന് പറയാൻ കാരണം, അപ്പോൾ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? വേർപ്പെടുത്തുക എന്നാണ്. വേർപ്പെടുത്തുക, രണ്ടാലൊന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യവിച്ഛേദിക്കുക, വേർതിരിക്കുക. ഫസ്ലിൻ്റെ ദിവസം എന്നാണ്. തീർച്ചയായും ഫസ്ലിൻ്റെ ദിവസം അഥവാ അന്ത്യനാളിൻ്റെ ഒരു പേരാണ് യൗമുൽ ഫസ്ൽ. കാന മീഖാത്ത. കാന എന്ന് പറഞ്ഞാൽ ആ യൗമുൽ ഫസ്ൽ ആയിരിക്കുന്നു മീഖാത്തൻ. മീഖാത്തൻ എന്ന് പറഞ്ഞാൽ വഖ്തൻ മുഹദ്ദദൻ, സമയ നിർണിതം, സുനിശ്ചിതം, സമയനിർണിതമായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും യൗമുൽ ഫസ്ൽ കാന മീഖാത്ത, അത് സമയനിർണിതം ആകുന്നു. അപ്പോൾ അവിടെ എന്തിനാ യൗമുൽ ഫസ്ലിന് അന്ത്യനാളിന് പേരിട്ടത്? അന്ത്യനാളിന് യൗമുൽ ഫസ്ൽ എന്ന് പേരിട്ടത്, അന്ത്യനാളിൽ സത്യവും അസത്യവും എന്ത് ചെയ്യും? വേർതിരിയും. സത്യത്തിൻ്റെ വാക്താക്കൾ അസത്യത്തിൻ്റെ വാക്താക്കൾ എന്ത് ചെയ്യും? വേർതിരിയും. നീതി അനീതി അതെന്ത് ചെയ്യും? വേർതിരിയും. മനസ്സിലല്ലേ? അപ്പോൾ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് നടത്തുന്നതോട് കൂടിയിട്ട് എല്ലാ ന്യായാന്യായങ്ങളും അതേപോലെ തന്നെ എല്ലാ സത്യാസത്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? വേർതിരിയും. അതിൻ്റെ ആളുകളും വേർതിരിയും. രക്ഷയുടെ ആളുകൾ ആര്? ശിക്ഷയുടെ ആളുകൾ വേർതിരിയും. രക്ഷ ഏത്, ശിക്ഷ ഏത് വേർതിരിയും. ആ ഒരു പ്രത്യേകത അന്ത്യനാളിനുള്ളത് കൊണ്ടാണ് അതിനെന്ത് പേരിട്ടത്? യൗമുൽ ഫസ്ൽ എന്ന് പേരിട്ടത്. ആ യൗമുൽ ഫസ്ൽ കാന മീഖാത്ത. അതെന്താണ് മീഖാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഖ്തുൻ മുഹദ്ദദ്, സമയം നിർണിതമായത്. അതിൻ്റെ സമയം നിർണിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാന മീഖാത്ത എന്ന് പറയാൻ കാരണം ബൗദ്ധ വിശ്വാസികൾ റസൂലുള്ളാഹിനോട് പറയായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു അന്ത്യനാളുണ്ടെങ്കിൽ കുറേ കാലത്തിന് അങ്ങോട്ട് നിൽക്കേണ്ട, അത് ഇപ്പം തന്നെ കൊണ്ടുവരാം, അത് വേഗമാക്കാൻ പറയുമായിരുന്നു. പിന്നെ അവർ ചോദിക്കും മത്ത ഹാദൽ ഫത്ഹ്, അല്ലെങ്കിൽ മത്ത ഹാദൽ വഅദ്, ആ വാഗ്ദാനം അത് എന്നാ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും. മനസ്സിലായി? അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടെങ്കിൽ അത് വേഗം കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാന മീഖാത്ത എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അതായത് അതിങ്ങനെ നിസ്സാരമാതങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പിന്നെയോ അത് സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്. അത് സംഭവിക്കാൻ ഒരു നിർണിത സമയമുണ്ട്. ആ സമയത്തെ തൊട്ട് പിന്തുമില്ല, അതിനുള്ള തൊട്ട് മുന്തുകയുമില്ല. അതാണ് കാന മീഖാത്ത. ഇന്ന യൗമൽ ഫസ്ൽ, അന്ത്യനാൾ, കാന മീഖാത്ത, അത് സമയ നിർണിതമായ സംഗതി, സുനിശ്ചിതമാണ്, സമയ നിർണിതവുമാണ്. എന്നാണ് അത്? യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. സൂർ എന്ന് പറഞ്ഞാൽ
കാഹളം, ബൂക്ക് ബൂക്ക് എന്ന് പറയും. യുംഫഖ് എന്ന് പറഞ്ഞാൽ ഊതപ്പെടും. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, ആ ദിവസമാണ് ഏത്? എന്ത് ദിവസം? അന്ത്യനാൾ സംഭവിക്കുന്ന ആ ദിവസം. സമയം നിർണിതമാണ്. ആ സമയം ഏത് സമയമാണ്? യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമാണ്. ഫതഅ്തൂൻ അഫ്വാജ, ഫ എന്ന് പറഞ്ഞാൽ കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസമായാൽ പെട്ടെന്ന് തന്നെ തഅ്തൂൻ, നിങ്ങൾ വരും. നിങ്ങൾ വരും. എങ്ങനെ വരും? അഫ്വാജൻ. അഫ്വാജൻ എന്ന് പറഞ്ഞാൽ ഫൗജുൻ. അഫ്വാജ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, കൂട്ടം കൂട്ടമായി, സംഘങ്ങളായി. ഫതഅ്തൂൻ അഫ്വാജ, അപ്പോൾ നിങ്ങൾ കൂട്ടങ്ങളായിട്ട് വരും. അപ്പം അന്ത്യനാൾ സമയം നിർണിതമായ ഒരു വിഷയമാണ്. അതെന്നാണ് പുലരുക? അത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസത്തിലാണ് പുലരുക. അവിടെ കാഹളം എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ തന്നെ അതിൽ ഊതപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ഊതുക? അതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഈ മൂകതയിൽ, മ്ലാനതയിൽ കാണപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ചിരിക്കുമായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വകൈഫ അദ്ഹക് വസാഹിബുൽ ബൂഖ് ഇൽതഖമൽ ബൂഖ് വൻഹന ജബ്ഹതഹു വഅസ്ഗാ ഉദ്നഹു. ഞാൻ എങ്ങനെ ചിരിക്കാനാണ്? കാഹളത്തിൽ ഊതാൻ നിശ്ചയിക്കപ്പെട്ട മലക്ക് കാഹളം ചുണ്ടിൽ കടിച്ചിരിക്കുന്നു, ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുന്നു. തൻ്റെ നെറ്റി താഴ്ത്തുകയും കാത് കൊണ്ട് കാതോർക്കുകയും ചെയ്തിരിക്കുന്നു. കാതോർക്കുകയാണ് എന്തിന്? അള്ളാൻ്റെ കൽപ്പന അരുളപ്പെടാൻ. അള്ളാൻ്റെ കൽപ്പന അരുളപ്പെടുമോ എന്നത് കാതോർത്ത് നമ്രശിരസ്കനായി കാഹളം ചുണ്ടിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ചിരിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പോൾ കാഹളത്തിൽ ഊതുന്ന മലക്ക്, അതിന് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. ഇസ്രാഫീൽ എന്നാണ്. അപ്പോൾ ഇസ്രാഫീൽ എന്ന മലക്ക് അതാണ് കാഹളത്തിൽ ഊതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും, വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കും അത് ഊതുക. എന്നാണ് ആ വെള്ളിയാഴ്ച എന്നുള്ള അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഅ്തീകും ഇല്ലാ ബഗ്ത, ലാ തഅ്തീകും, അന്ത്യനാൾ അത് നിങ്ങളുടെ അടുക്കലേക്ക് വരൂല, ഇല്ലാ ബഗ്തതൻ, പെട്ടെന്നല്ലാതെ. പെട്ടെന്നായിരിക്കും അന്ത്യനാളിൻ്റെ സംഭവ്യത. അന്ത്യനാൾ സംഭവിക്കുന്ന ആ ദിവസം ഫതഅ്തൂന അഫ്വാജ, ഫതഅ്തൂൻ, ഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടനടി, കാലത്തിൽ ഊതുന്നതോടുകൂടി. ഇവിടെ ഈ ഊത്തുകൊണ്ടുള്ള ഉദ്ദേശം രണ്ടാമത്തെ ഊത്താണ്. അതായത് ആദ്യത്തെ ഊത്തിൽ സൃഷ്ടിചരാചരങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിക്കും. പിന്നീട് ഊതപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? സൃഷ്ടിചരാചരങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചാൽ ഫതഅ്തൂൻ അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട് നിങ്ങളെല്ലാവരും വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. ഇതൊക്കെ അന്ത്യനാളിൻ്റെ പ്രത്യേകതകളാണ്. വഫുതിഹത്ത്, ഫുതിഹത്ത് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടും. അസ്സമ, ആകാശം. ഫകാനത്ത്, അതോടുകൂടി ആകാശങ്ങളായിത്തീരും. അബ്വാബൻ, അബ്വാബൻ എന്ന് പറഞ്ഞാൽ കൽ അബ്വാബ്, കവാടങ്ങളെപ്പോലെ, കവാടങ്ങളെപ്പോലെ. അബ്വാബ് എന്ന് പറഞ്ഞാൽ കവാടം. ഇവിടെ ഫകാനത്ത് കൽ അബ്വാബ്, കവാടങ്ങളെപ്പോലെ ആയിത്തീരും എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകാശലോകം സുശക്തമാണ്, സുഭദ്രാണ്. ആകാശലോകം സുശക്തമാണ്, സുഭദ്രാണ്. മനസ്സിലായില്ലേ? ഒരു വിള്ളലോ അല്ലെങ്കിൽ ഒരു പൊട്ടലോ ഇല്ലാത്ത വിധം ആകാശലോകം എന്താണ്? വളരെ ശക്തിമത്തായ നിർമ്മാണമാണ്. പക്ഷെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭദ്രമായ ശക്തമായ മേൽക്കൂര അതിലെന്ത് ചെയ്യും? വിള്ളൽ വീഴും, അത് തുറക്കപ്പെടും. നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നില്ലേ, ഇദസ്സമാ ഫതറത്ത്, അതേപോലെ ഇദസ്സമാ ഉൻഷഖത്ത്, അതിന് വിള്ളൽ വീഴും, അത് തുറക്കപ്പെടും. ആകാശം തുറക്കപ്പെട്ടാൽ ഫകാനത്ത്, ആകാശങ്ങളായിത്തീരും അബ്വാബൻ, അബ്വാബുകളെപ്പോലെ. അബ്വാബുകളെപ്പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവാടമല്ല, പിന്നെയോ കവാടങ്ങളെപ്പോലെ ആയിത്തീരുന്നുണ്ടെങ്കിൽ എന്തായി? ഒരു എന്താണ് പിന്നെ ഈ ശക്തമായ മേൽക്കൂര എന്ന് പറയുന്ന ആകാശത്തിൽ എല്ലായിടത്തും വാതിലെന്ന പോലെ, എല്ലായിടത്തും വാതിലെന്ന പോലെ ആയിത്തീരും. അതൊക്കെ പരലോകത്തിൻ്റെ ഭീകരതയെ കുറിക്കുന്ന വചനങ്ങളാണ്. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയ്യിറത്തിൽ ജിബാൽ ഫകാനത് സറാബ. വസുയ്യിറത്തിൽ ജിബാൽ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും.
ചലിപ്പിക്കപ്പെടും. സുയീറത്ത് ചലിപ്പിക്കപ്പെടും. അൽ ജിബാൽ പർവ്വതങ്ങൾ. ഫകാനത്ത് അപ്പോൾ പർവ്വതങ്ങളായിത്തീരും, ചലിപ്പിക്കപ്പെട്ടാൽ പർവ്വതങ്ങളായിത്തീരും. സറാബൻ, സറാബൻ എന്ന് പറഞ്ഞാൽ മരീചിക, മരീചിക. കസ്സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക പോലെ. ഫകാനത്ത് പർവ്വതങ്ങളായിത്തീരും. സറാബൻ, സറാബൻ എന്ന് പറഞ്ഞാൽ മരീചിക പോലെ. എന്താ മരീചിക പോലെ പറഞ്ഞാൽ? അതായത് പർവ്വതങ്ങളുള്ളയിടത്ത് പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെട്ടാൽ പിന്നെ മരീചിക പോലെ എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ചെല്ലും, പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? പർവ്വതം ഉണ്ടാവില്ല. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ ധൂളികളാക്കി പറത്തിവിടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് താഹയിൽ പറഞ്ഞത് യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ ഫയദറുഹാ ഖാഅൻ സഫ്സഫ ഫലാ തറാ ഫീഹാ ഇവജൻ വലാ അംത എന്ന് പറഞ്ഞാൽ യസ്അലൂനക അനിൽ ജിബാൽ. പിന്നെ അന്ത്യനാൾ സംഭവിക്കും, അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉലകത്തിലൊക്കെ തകർച്ച സംഭവിക്കും എന്ന് പറയുമ്പോൾ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ മൂകമായി കാണുന്ന ഈ പർവ്വതങ്ങൾ, പാറമലകൾ, വലിയ അമ്പരചുംബികൾ എന്നോണമുള്ള ഈ മലകൾക്കൊക്കെ മുഹമ്മദ് എന്ത് പറ്റും? അതാണ് യസ്അലൂനക അനിൽ ജിബാൽ. പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു, അതിന് എന്ത് പറ്റും? കാരണം ഇവർ പരലോകത്തെ കളിയാക്കുന്നവരാണ്. അപ്പോൾ അന്ത്യനാളിനോടനുബന്ധിച്ച് ഈ പർവ്വതങ്ങളൊക്കെ തകരും, അല്ലെങ്കിൽ ഉലകത്തിന് മാറ്റം വരും എന്നുള്ളത് അവർ കേൾക്കുമ്പോൾ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ വലിയ വലിയ പർവ്വതങ്ങളില്ലേ, ബഹുദൈവവിശ്വാസികൾ മക്കയിലാകുമ്പോൾ മക്കയിൽ ധാരാളം പർവ്വതമുണ്ട്. ജബൽ അബി ഖുബൈസ് ഉണ്ട്, ജബൽ ഖുഐഖിയാൻ ഉണ്ട്. അതേപോലെ തന്നെ മക്കയിൽ കുറേ പർവ്വതങ്ങൾ, ജബൽ നൂർ, ജബൽ സോർ, ഇങ്ങനെ കുറേ പർവ്വതങ്ങളാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ പർവ്വതങ്ങൾക്കൊക്കെ അപ്പോൾ എന്ത് പറ്റും? റസൂലുള്ളാഹിനോട് ചോദിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, പറയുക ആ പർവ്വതങ്ങളെ എൻ്റെ റബ്ബ് പൊടിയാക്കും, പൊടിയാക്കും. ഫയദറുഹാ ഖാഅൻ സഫ്സഫ എന്നാണ്. പർവ്വതങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിരപ്പാക്കും. നിരപ്പാക്കിയിട്ട് വിശാലമായ മരുഭൂമി കണക്കെ പർവ്വതങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനൊക്കെ പൊടിച്ച് നിരപ്പാക്കും. ഫയദറുഹാ ഖാഅൻ സഫ്സഫ ഫലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ എന്നാണ്. നിമ്നോന്നതികളില്ലാതെ, കുണ്ടും കുഴിയില്ലാതെ നിരന്ന സ്ഥലമായിട്ട് നിനക്ക് കാണാം എന്നാണ്. അപ്പോൾ പർവ്വതങ്ങളുള്ളയിടത്ത് ആളുകൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പർവ്വതമല്ല, പിന്നെ അവിടെ ഇങ്ങനെ ധൂളികളായി പൊടിയായിട്ട് ഇങ്ങനെ ഒരവസ്ഥ മാത്രം. ആ രീതിയിൽ ഭൂമുഖം പരിവർത്തിക്കപ്പെടും എന്നാണ് അന്ത്യനാൾ സംഭവിച്ചാൽ. അതാണ് വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, അത് എന്താ മരീചിക പോലെ ആയിത്തീരും. സയ്യാറൊക്കെ ചെയ്യുന്നുണ്ട്, ചലിക്കുന്നത്, സഞ്ചരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. ഇനി പരലോകം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ? ഇന്ന ജഹന്നം, തീർച്ചയായും ജഹന്നം. ജഹന്നം എന്താ? ജഹന്നം നരകമാണ്. നരകം. നരകത്തിന് ജഹന്നം എന്ന് പേര് പറയാൻ കാരണം നരകത്തിൻ്റെ ആഴവും നരകത്തിൻ്റെ ഇരുട്ടും കാരണത്താലാണ്. നരകത്തിൻ്റെ ഇരുട്ടും, നരകം അന്ധകാരം മുറ്റിയതാണ്, നരകം ആഴത്തിൽ അഗാധവുമാണ്. ഇരുണ്ടതും ആഴത്തിൽ അഗാധവും എന്നീ അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കാനാണ് ഈ ജഹന്നം എന്ന പ്രയോഗം. ജഹന്നം പ്രയോഗം. നരകത്തീന് കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേകതകളൊക്കെ പരിഗണിച്ചിട്ട് നരകത്തിൻ്റെ പേരുകളും കാണാം. ജഹന്നം എന്ന് പേരുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? ആഴത്തിൽ അഗാധമാണ്, ഇരുണ്ടതാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നഅൂദുബില്ലാ. അതേപോലെ തന്നെ സഖർ എന്ന നരകത്തിന് പേരുണ്ട്. അതിൻ്റെ പ്രത്യേകത മനുഷ്യനെ ജീവനോടെ വിടൂല്ല, എന്നാലോ കൊന്ന് മരിപ്പിച്ച് ഒഴിവാക്കൂല, അതിനിടയിൽ നരകത്തിൽ മനുഷ്യനെ നിലനിർത്തും. അതേപോലെ തന്നെ സഈർ എന്ന നരകത്തിന് പേരുണ്ട്. നരകം എന്താണ്? അത് കത്തി ജ്വലിക്കുന്ന നരകത്തീയാണ്. അതേപോലെ ജഹീം, ഇങ്ങനെ കുറേ പേരുകളാണ് നരകത്തിന്. നരകത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ അത് അറിയിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന ജഹന്നം, തീർച്ചയായും ജഹന്നം, കാനത്ത് മിർസ്വാദ, കാനത്ത് നരകമാകുന്നു. എന്താകുന്നു? മിർസ്വാദൻ. മിർസ്വാദ്
പതിസ്ഥാനം അല്ലേ? പതിസ്ഥാനം, പതിയിരിക്കുന്ന സ്ഥലം, പതിസ്ഥാനം എന്ന് പറയും. എന്താ പതിസ്ഥാനം? നമ്മൾ എന്തിനാ ഈ പതിസ്ഥാനം? മറഞ്ഞിരുന്നിട്ട് ആളെ പിടിക്കാൻ അല്ലേ? മറഞ്ഞിരുന്ന ആളെ പിടിക്കാനാണ് പതിസ്ഥാനം. അത് നരകത്തിൻ്റെ പ്രത്യേകതയാണ്. നരകത്തിൻ്റെ പ്രത്യേകതയാണ്. നരകം ഒരു പതിസ്ഥാനാണ്. നരകം കാണണ്ട, നരകത്തിൽ പോകണ്ട, നരകം പിടികൂടണ്ട എന്നൊക്കെ പറഞ്ഞാണ് മനുഷ്യന്മാരുടെ ഭാഷ്യങ്ങളെങ്കിലും നരകത്തിന് മീതെ വരാതെ ആരുമില്ല അല്ലേ? മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ആരുമില്ല നരകത്തിന് മീതെ വരാതെ. എല്ലാവർക്കും നരകത്തിന് മീതെയാണ് പ്രയാണം. കാരണം നരകത്തിന് അപ്പുറത്താണ് എന്തുള്ളത്? സ്വർഗ്ഗമുള്ളത്. അപ്പോൾ സ്വർഗത്തിൽ പോകണോല് വരെ എവിടെ പോകണം? നരകത്തിന് മീതെ പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ രക്ഷപ്പെടുത്തും. നദറുദ്ദാലിമീന ഫിഹാ ജിസിയ്യ, അക്രമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ മുട്ടുകുത്തി വീഴുന്ന നിലയിൽ എന്ത് ചെയ്യും? നരകത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യും. നരകം പതിസ്ഥാനത്ത് നരകത്തിൻ്റെ ആളുകളെ കാത്തു കഴിയണം. അതാണ് ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. ലിത്വാഗീന മആബ, നരകം അത് മിർസാദാണ്, പതിസ്ഥാനത്താണ്. ലിത്വാഗീൻ, ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിക്രമികൾ, അതിക്രമകാരികൾക്ക്. മആബൻ, മആബൻ എന്ന് പറഞ്ഞാൽ മസീർ, മടക്കസ്ഥാനം, അഭയസ്ഥാനം. മആബ്, മആബ് എന്ന് പറഞ്ഞാൽ ഔബത്ത്, തൗബത്ത് എന്നൊക്കെ പറയില്ലേ? ഔബ, തൗബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മടക്കെന്നാണ്. ലിത്വാഗീൻ, അതിക്രമികൾ. അതിക്രമികൾ ആരാ? അതിക്രമികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിർവരമ്പുകളെ മറികടക്കുന്നവർ. വിശ്വാസകാര്യങ്ങളിൽ, ആരാധനകളിൽ, കർമ്മങ്ങളിൽ ഒക്കെ അള്ളാഹു പറഞ്ഞതിനെ മറികടക്കുന്നവർ, മറുകണ്ഠം ചാടുന്നവർ. അവർക്ക് വേണ്ടി നരകം മആബൻ, എന്താ മആബൻ? മആബ് എന്ന് പറഞ്ഞാൽ മടക്കസ്ഥാനം. അവർക്കൊക്കെ ചെന്ന് ചേരാനുള്ള സ്ഥലമായിട്ടാണ് ആരുള്ളത്? ജഹന്നമുള്ളത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഈ അതിക്രമകാരികൾ ലാബിസീന ഫീഹാ അഹ്ഖാബ, ലാബിസീൻ, ലാബിസീൻ എന്ന് പറഞ്ഞാൽ മാകിസീൻ, താമസിക്കുന്നവരാണ്. ലാബിസീൻ, താമസിക്കുന്നവരാണ്. മാകിസീൻ എവിടെ? ഫീഹ ആണ് ഫീ ജഹന്നം. എങ്ങനെ? അഹ്ഖാബൻ, അഹ്ഖാബ് എന്ന് പറഞ്ഞാൽ അഹ്ഖാബ്, ഹുഖബ്, ഹുഖബത്ത്, ഹുഖബ്, അഹ്ഖാബ് എന്ന് പറഞ്ഞാൽ യുഗാന്തരങ്ങൾ, യുഗാന്തരങ്ങൾ. യുഗാന്തരങ്ങൾ, ഹുഖബത്ത്, അഹ്ഖാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുദീർഘകാലങ്ങൾക്കാണ് പറയുക. ദീർഘകാലങ്ങൾ. ആ ദീർഘകാലങ്ങളുടെ പ്രത്യേകത, ദീർഘകാലം പിന്നിട്ടാൽ ദീർഘകാലം അതിന് അനന്തരം എടുക്കും. മനസ്സിലല്ലേ? അപ്പോൾ ദീർഘകാലങ്ങൾ ഒന്നൊന്നിന് പിറകെ അവർ നരകത്തിൽ താമസിക്കുന്നവരായിരിക്കും. ലാബിസീന ഫീഹ, അതിക്രമകാരികൾ നരകത്തിൽ താമസിക്കുന്നവരാണ്. അഹ്ഖാബൻ, യുഗാന്തരങ്ങൾ, യുഗാന്തരങ്ങൾ. ഇവിടെ ഒരു വിഷയം, യുഗാന്തരങ്ങൾ അവർ നരകത്തിൽ താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആ യുഗാന്തരങ്ങൾ കഴിഞ്ഞാൽ ശരിയാണ്. അഹ്ഖാബ് എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കാലമല്ല, ചെറിയ പീരീഡിനല്ല പറയാം, പിന്നെ നീണ്ട പീരീഡുകൾക്ക് പറയാം. അതാണ് യുഗാന്തരങ്ങൾ. നീണ്ട പീരീഡുകളാണ്. അപ്പോൾ നീണ്ട പീരീഡുകൾ യുഗാന്തരങ്ങളായി അവർ നരകത്തിൽ തങ്ങുന്നതാണ്. അപ്പോൾ ആ നീണ്ട പീരീഡുകൾ കഴിഞ്ഞാൽ നരകം ശൂന്യമാകുമോ? നരകത്തിൽ കത്തുന്നവർ അതിൽ നിന്ന് മോചിതരാകുമോ? ആ ഒരു മസ്അല ഈ ആയത്തിനെ ബേസ് ചെയ്ത് പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒരു കാലത്ത് കാലിയാകുമെന്നും നരകാർഹർ നരകത്തിൽ നിന്ന് വിമോചിതരാകുമെന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവരതിന് തെളിവ് പിടിക്കുന്നത് ഈ ആയത്താണ്. കാരണം യുഗാന്തരങ്ങൾ നരകത്തിൽ താമസിക്കുന്നതാണ്. യുഗാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അതുതന്നെ എന്താണ്? ചില്ലറ കാലങ്ങളല്ല. പിന്നെ ഇവിടുത്തെ 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. അങ്ങനെയുള്ള യുഗാന്തരങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നീണ്ട കാലങ്ങളാണ്, അചിന്തിയാണ്. അതന്നെ മനസ്സിൽ കൊലപ്പെടുത്താൻ കഴിയാത്ത വിധം ദൈർഘ്യവും നീളവുമാണ് ആ നാളുകൾക്ക്. എന്നാൽ നരകത്തിന് ഒരു നാൾ
ഒരു നാശം ഉണ്ടാകുമോ, നരകം ശൂന്യമാകുമോ, അങ്ങനെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നരകത്തിൽ നിത്യവാസികളെക്കുറിച്ച് 34 തവണ പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ അതിൻ്റെ ആളുകൾ ഖാലിദീൻ, വിവിധ പ്രയോഗങ്ങളിലൂടെ പിന്നെ നിത്യവാസികളാണ് എന്ന കാര്യം. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, നരകത്തിൽ പ്രവേശിക്കുന്ന നരകത്തിലെ നിത്യവാസികൾ അതിൽ നിന്നൊരിക്കലും പുറത്തു കിടക്കുന്നവരല്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവർ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾ നരകത്തിൽ ഖുലൂദുൻ അബദി ഖാലിദീന ഫീഹ അബദൻ എന്നില്ലേ, അതാണ് അബദൻ. ഈ അബദൻ എന്നുള്ളത് എന്തിനെ അറിയിക്കുന്നത്? സ്ഥിരവാസത്തെയാണ്, നിത്യവാസത്തെയാണ്. അപ്പോൾ നരകത്തിൽ നിത്യവാസം പറഞ്ഞവരുണ്ട്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നരകം ഒരിക്കലും നരക അർഹരായ അതിലെ നിത്യപാപികളിൽ നിന്ന് മുക്തമാവുകയില്ല എന്നുള്ള ആശയമാണ് ശരി. ആ ആശയമാണ് ശരിയായിട്ടുള്ളത്. ലാബിസീന ഫീഹ അഹ്ഖാബ. طيب لا يذوقون فيها بردا ولا شرابا. നരകത്തിൽ ലാ യദൂഖൂന ഫീഹ, അതിൽ അവർ ആസ്വദിക്കുകയില്ല. ലാ യദൂഖൂൻ, നരകാർഹർ ആസ്വദിക്കുകയില്ല. ഫീഹ, നരകത്തിയിൽ ബർദൻ, ബർദ് തണുപ്പ്, വല ഷറാബ, ഷറാബ് എന്ന് പറഞ്ഞാൽ പാനീയം. ലാ യദൂഖൂന ഫീഹ ബർദൻ, തണുപ്പ് അവർ അതിൽ നുകരുകയില്ല. വല ഷറാബൻ, പാനീയവും അവർ അതിൽ നുകരുകയില്ല, ആസ്വദിക്കൂല. ഇല്ല ഹമീമൻ വ ഗസ്സാഖ, ഇല്ല ഹമീമൻ എന്താ, എന്നാൽ ഹമീമും വ ഗസ്സാഖും അവർ അവിടെ ആസ്വദിക്കും. ഹമീം എന്ന് പറഞ്ഞാൽ എന്താ? ഹമീം എന്ന് പറഞ്ഞാൽ ചൂട് അതിൻ്റെ പാരമ്യതയിലെത്തിയ വെള്ളമാണ്. ഹമീം എന്ന് പറഞ്ഞാൽ ചൂട് അതിൻ്റെ പാരമ്യതയിൽ പരമകാഷ്ഠ പ്രാപിച്ച വെള്ളം, അതിനാണ് ഹമീം എന്ന് പറയാം. ഹമീം അല്ലാഹു പറഞ്ഞില്ലേ, യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്. യുസ്ഹറു ബിഹി, ഈ ഹമീം കുടിപ്പിക്കപ്പെട്ടാൽ, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം എന്നാണ്, അവരുടെ തലക്ക് മുകളിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടുന്നതാണ്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. നരകവാസികളുടെ തലക്ക് മുകളിൽ യുസ്ഹറു യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, ഈ ഹമീം അവരുടെ തലക്ക് മുകളിൽ ഒഴിക്കപ്പെടും. അപ്പോൾ അള്ളാഹു പറയണ അതിൻ്റെ പ്രത്യേകത, ആ തലക്ക് മുകളിൽ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും യുസ്ഹറു ബിഹി മാഫി ബുത്തൂനിഹിം, അവരുടെ വയറ്റകങ്ങളിലുള്ളത് ഉരുകിപ്പോകുന്നതാണ്. വയറ്റകങ്ങളിൽ എന്താ ഉള്ളത്? കുടലുകളും മറ്റൊക്കെ അല്ലേ, അത് ആ ചുടുവെള്ളത്താൽ ഉരുകിപ്പോകും. വൽ ജുലൂദ് എന്ന് പറഞ്ഞാൽ തൊലികളും. അപ്പോൾ വയറ്റിനുള്ളിലുള്ളതും അതേപോലെ തന്നെ തൊലിയും ശരീരത്തിൽ പുറത്തുള്ളതും ഒക്കെയും ഉരുകിപ്പോകുമാറ് ചൂടുള്ള വെള്ളമാണ് ഇത് ഹമീം. വസുഖൂ മാഅൻ ഹമീമ ഫഖത്താഅ അംആഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റിടത്ത് വസുഖൂ മാഅൻ ഹമീമ, ചുടുവെള്ളം അവർ കുടിപ്പിക്കപ്പെടും നരകവാസികൾ. ഫഖത്താഅ അംആഅഹും, അത് അവരുടെ കുടലുകളെ മുറിച്ചു കളയും. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇതാണ് അവർക്ക് കുടിക്കാനുള്ളത്. അതേപോലെ ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ അതിന് വിവരണം വന്നിട്ടുണ്ട്. ഗസ്സാഖ്, ഒന്ന് ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പുള്ള വെള്ളം, അതിനാണ് ഗസ്സാഖ് എന്ന് പറയാം. അതിശക്തമായ പറ്റ തണുത്ത വെള്ളം. അല്ലെങ്കിൽ ഗസ്സാഖ് എന്ന് പറയും ഉസാറത്തു അഹ്ലിന്നാർ. ഉസാറത്തു അഹ്ലിന്നാർ എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ശരീരങ്ങൾ പൊട്ടിയാൽ, മുറിവുകൾ വീണാൽ, ശരീരത്തിൽ മുറിവുകൾ ജീർണിച്ചാൽ അതിലെ നനവുകൾ ചോരയായി ചെലായിട്ടൊക്കെ ഉണ്ടാവില്ലേ, ആ നനവുകൾ, അതിനെ ഉസാറത്ത് അഹ്ലിന്നാർ എന്ന് പറയാം. അതാണ് ഗസ്സാഖ്. ഗസ്സാഖ് എന്ന് പറഞ്ഞെങ്കിൽ 2 അർത്ഥത്തിനും പ്രയോഗിച്ചിട്ടുണ്ട്. തണുപ്പ്, അതിശക്തമായ തണുപ്പുള്ള വെള്ളം. നോക്കി ഇവിടെ ഒന്ന് ഹമീം പറഞ്ഞാൽ
നല്ല ചൂടുള്ളത്. നേരെ എതിരാണെന്ത്? ഗസ്സാഖ്. രണ്ടും കുടിപ്പിക്കപ്പെടും. രണ്ടും എന്താണ്? അത് നല്ലോണം തണുത്തതും അരോചകമാണ്, നല്ലോണം ചൂടുള്ളതും എന്താണ്? അരോചകമാണ് രണ്ടും. അപ്പോൾ ആ രണ്ടും എന്താണ്? ശിക്ഷയായിട്ട് അവിടെ നൽകപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ ഉസാറത്ത് അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് മുറിവുകൾ വീണാൽ, അവർക്ക് ശരീരങ്ങൾ പൊട്ടിയാൽ അതിലെ നനവുകൾ ചലമായി ചോരയായുള്ളത് അത് അവർക്ക് ആസ്വദിക്കാൻ നൽകും എന്നുള്ളതാണ്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അപ്പോൾ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. ഹമീമും ഗസ്സാഖും മാത്രമായിരിക്കും അവർക്ക് അവിടെ ആസ്വദിക്കുവാൻ പാനജലമായിട്ട് പാനം ചെയ്യാൻ നൽകപ്പെടുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഈ ഹമീമ് ഉണ്ടല്ലോ, ചുടുവെള്ളം, അത് കുടിക്കാൻ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നരകാഗ്നിയുടെ ചൂടും നരകാഗ്നിയുടെ ആ പ്രയാസവും നിമിത്തം അത് കുടിക്കുന്നവരെക്കുറിച്ച് അല്ലാഹു പറയാണ്, ഫശാരിബൂന മിനൽ ഹമീം ഫശാരിബൂന ഷുർബൽ ഹീം എന്നാണ്. ഷുർബൽ ഹീം. ഹീം എന്ന് പറഞ്ഞാൽ ഹുയാം എന്ന രോഗം പിടിപെട്ട ഒട്ടകത്തിനാണ് പറയുക. ഒരു പ്രത്യേക രോഗം അത് പിടികൂടിയ ഒട്ടകങ്ങൾക്കാണ് ഹുയാം എന്ന് പറയുക, ഹീം. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത, ഈ രോഗം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം കുടിക്കും, ധാരാളമായിട്ട് വെള്ളം കുടിക്കും. അതാണ് അതിൻ്റെ ആ രോഗലക്ഷണം. നന്നായിട്ട് വെള്ളം ഇങ്ങനെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒട്ടകങ്ങൾക്ക് അങ്ങനെ വെള്ളം എപ്പോഴും കുടിക്കേണ്ട കാര്യമല്ല. എപ്പോഴേലും കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വെള്ളം അതിനെന്താ ഉള്ളിൽ സ്റ്റോക്കാണ്. അതേസമയം ഈ ഹുയാം രോഗം പിടികൂടിയ ഒട്ടകം അതിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, നരകവാസികൾ സക്കൂം തിന്ന് അതിന് മുകളിൽ ഈ ഹമീം വെള്ളം കുടിക്കും. ഫശാരിബൂന ഷുർബൽ ഹീം, ഹുയാം രോഗം പിടിപെട്ട ഒട്ടകം കുടിക്കുന്നത് പോലെ ഈ ഹമീം കുടിക്കും എന്നുള്ളതാണ്. അത്രമാത്രം എന്തായിരിക്കും നരകത്തിൽ അതിൻ്റെ ആളുകൾ ദാഹജലത്തിന് വേണ്ടി അവർ ദാഹിച്ച് വിവശരായിരിക്കും, ദാഹിച്ച് വലഞ്ഞവരായിരിക്കും. അതുകൊണ്ടാണ് വൈയസ്തഗീസു ബിമാഇൻ വൈയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹുൽ. വൈയസ്തഗീസു, അവർ ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന സഹായം അവർ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കും, വെള്ളത്തിന് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കും. അപ്പോൾ യുഗാസു ബിമാഇൻ കൽമുഹുൽ യശ്വിൽ വുജൂദാണ്, മുഖകമലങ്ങൾ കരിഞ്ഞു പോകുമാർ ചൂടുള്ള ഉരുകിയ ലോഹം പോലുള്ള വെള്ളം നൽകി അവർക്ക് വെള്ളം നൽകും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്രമാത്രം ദാഹിച്ച് വലയുന്ന അവസ്ഥ നരകത്തിലുണ്ട്. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. طيب لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജസാഅൻ വിഫാഖ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ യുഗാന്തരങ്ങൾ നരകത്തിൽ ശിക്ഷ, അതിൽ അനുഗ്രഹങ്ങളില്ല, പിന്നെയോ ഹമീമും ഗസ്സാഖൊക്കെയാണ് ശിക്ഷ ഇത് നൽകുന്നത്? അത് ജസാഅൻ വിഫാഖ, തത്തുല്യമായ പ്രതിഫലമാണ്, തങ്ങളുടെ ചെയ്തികൾക്ക് തുല്യമായിട്ടുള്ള കൂലി. അതാണ് ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. വിഫാഖ് എന്ന് പറഞ്ഞാൽ മുവാഫിഖൻ ലി അമാലിഹിം എന്നാണ്, അവരുടെ ഭൗതിക ലോകത്തെ കർമ്മങ്ങൾക്ക് തുല്യമായ അതിലായ പ്രതിഫലം. ജസാഅൻ വിഫാഖ, തത്തുല്യമായ പ്രതിഫലം, ഭൗതിക ലോകത്തെ കർമ്മത്തിന് തുല്യമായ കൂലി. ആദിലൻ അല്ലെങ്കിൽ മുവാഫിഖൻ ലി അമാലിഹിം, അവരുടെ കർമ്മങ്ങൾക്ക് യോജിച്ച പ്രതിഫലം. അതാണ് ഇവിടെ ഉള്ളത്, നരകത്തിയിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകശിക്ഷ ഉണ്ടല്ലോ, ഈ നരകശിക്ഷയൊക്കെ അതിലൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ എണ്ണിയത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷ അതിൻ്റെ ആളുകൾക്ക് നൽകുന്നത്? അതാണ് ഇനി അള്ളാഹു അതിൻ്റെ കാരണം പറയുന്നത്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകദ്ദബു ബിആയാതിന കിദ്ദാബ. ഇതാണ് ഇന്നഹും, കാരണം അവർ എന്ന് പറഞ്ഞാൽ ഈ അതിക്രമികൾ, നരകത്തീന് അനന്തരമെടുത്ത ഈ അതിക്രമകാരികൾ. ഇന്നഹും, കാരണം അവർ, കാനു ലാ യർജൂന ഹിസാബ, കാനു അവർ ആയിരുന്നു, എങ്ങനെയുള്ളവർ? ലാ യർജൂന ഹിസാബ, അവർ വിചാരണയെക്കുറിച്ചൊരു വിചാരമുള്ളവരായിരുന്നില്ല അവർ. ലാ യർജൂൻ, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിനെ? ഹിസാബൻ, വിചാരണയെ. പരലോകത്ത് വിചാരണയുള്ളത്
കുറിച്ച് അവർക്ക് എന്തുണ്ടായിരുന്നില്ല, യാതൊരു വിചാരവും ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കാരണത്താലാണ് ഈ തുല്യമായ ശിക്ഷ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയെക്കുറിച്ച് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കൂല, എല്ലുകൾ ജീർണിച്ചാൽ, മനുഷ്യ ശരീരം മണ്ണായാൽ അതിനെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർ ആശ്ചര്യം കൂറിയിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർക്കറിയില്ല അവരെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനത് സാധിക്കും എന്നുള്ളത്. അവരെ സൃഷ്ടിച്ച, ഈ ഉലകത്തെ സൃഷ്ടിച്ച, ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഒരു പുനഃസൃഷ്ടി നടത്താൻ കഴിയുമെന്ന് അവർക്കറിയില്ലേ? അവർക്കറിയാം. പക്ഷേ അവരെന്തിനാണ് പുനഃസൃഷ്ടിയെ കളവാക്കിയത്? വിചാരണയെ എതിർക്കാനാണ്. കാരണം വിചാരണയിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിശ്വാസം ശരിയാക്കണം, കർമ്മങ്ങൾ ശരിയാക്കണം, നന്നായി ജീവിക്കണം അല്ലേ? അപ്പോൾ വിചാരണ ഇല്ല പറഞ്ഞാലോ തോന്നിയ രീതിയിൽ ജീവിക്കാം. അതുകൊണ്ടാണ് അവർ പുനരുദ്ധാനത്തെയും പുനർജന്മത്തെയൊക്കെ എന്ത് ചെയ്തിരുന്നത്? കളവാക്കിയിരുന്നത്. അപ്പോൾ വിചാരണയുണ്ട് എന്നൊരു വിചാരം തങ്ങൾക്കില്ലാത്തവരായിരുന്നു അവർ. അതുകൊണ്ടാണ് ഈ ശിക്ഷ അവർക്ക് വിധിക്കപ്പെട്ടത്. ഇന്നഹും കാനു, കാരണം അവർ ആയിരുന്നു, ലാ യർജൂന ഹിസാബ, വിചാരണയെ അവർ കണക്കാക്കിയിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല വകദ്ദബു ബി ആയാതിന കിസാബ, വകദ്ദബു അവർ കളവാക്കി, അവിശ്വസിച്ചു, ബി ആയാതിന നമ്മുടെ വചനങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ ആയത്തുകളെ അവർ കളവാക്കി. കിസാബ് എന്നാണ് എന്താ? കദ്ദബു കിസാബ് എന്നാണ് നിശേഷം കളവാക്കി, അതാണ് നിശേഷം കളവാക്കി, പറ്റ കളവാക്കി എന്നർത്ഥം. ആ ഒരു പ്രയോഗം കിട്ടാനാണ് ഇത് മസ്തർ കൊണ്ടുവന്നത്. കദ്ദബു കിസാബ എന്നാണ് അങ്ങേയറ്റം നിശേഷം അവർ എന്ത് ചെയ്തു? കളവാക്കി. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ അങ്ങേയറ്റം കളവാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാണ് വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. അവർ പരലോകബോധമുണ്ട് എന്ന വിചാരം അവർക്കുണ്ടായില്ല. അള്ളാഹിൻ്റെ വചനങ്ങൾ അവർ കളവാക്കുകയും ചെയ്തു. പരലോകബോധമല്ല, വചനങ്ങളെ കളവാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? തോന്നിയത് പറയാം, തോന്നിയത് ചെയ്യാം, തോന്നിയത് വിചാരിക്കാം, അങ്ങനെയായി. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വകുല്ല ഷൈഇൻ, എന്താ കുല്ല ഷൈഇൻ? എല്ലാ സംഗതികളും, എല്ലാ കാര്യങ്ങളും, അതാണ് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. അള്ളാഹു പറയണ അഹ്സൈനാഹു, നാം അതിനെ ക്ലിപ്തപ്പെടുത്തി. അഹ്സൈന, നാം ക്ലിപ്തപ്പെടുത്തി, ഹു അതിനെ. എങ്ങനെ ക്ലിപ്തപ്പെടുത്തി? കിതാബൻ, കിതാബൻ എന്ന് പറഞ്ഞാൽ മക്തൂബൻ, എഴുതപ്പെട്ട നിലയ്ക്ക്, എഴുതപ്പെട്ട നിലയ്ക്ക്. അപ്പോൾ എഴുതിക്കൊണ്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും കണക്കാക്കി, ക്ലിപ്തപ്പെടുത്തി. മനുഷ്യരുടെ കർമ്മങ്ങൾ, മനുഷ്യരുടെ വാക്കുകൾ, മനുഷ്യരുടെ വിചാരങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാം എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതി ക്ലിപ്തപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതാൻ മലക്കുകളെ ഏൽപ്പിച്ചു. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതാനുള്ള ഏടുകൾ, രേഖകൾ നൽകി. അത് എഴുതാൻ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകി. അങ്ങനെ മനുഷ്യരുടെ കർമ്മങ്ങൾ, വികാരങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം എന്ത് ചെയ്തു? അതൊക്കെ മലക്കൾ രേഖപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആജ്ഞപ്രകാരം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, ഈ നരകാർഹരായ ആളുകൾ, നരകത്തെ അനന്തരമെടുത്ത ആളുകളോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. ഫദൂഖു, അതിനാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അതിനാൽ എന്ന് പറഞ്ഞാൽ ഫ എന്നാണ്, ഫ സബബിയ. അതിനാൽ എന്ന് പറഞ്ഞാൽ പരലോക വിചാരണ ഉണ്ടെന്നുള്ള ബോധമല്ലാതെ ജീവിച്ചു. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അങ്ങേയറ്റം കളവാക്കി ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെയ്തികളും വാക്കുകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ എന്ത് ചെയ്തു? രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ ഫദൂഖു, നരകത്തിൽ പ്രവേശിച്ച ഈ ആളുകളോടുണ്ടല്ലോ, അവരോട് പറയപ്പെടും ദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫലൻ നസീദക്കും ഇല്ലാ അദാബ. എന്താ ഫലൻ നസീദക്കും? നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുകയില്ല. ലൻ എന്ന പ്രയോഗിച്ചത് ഫ്യൂച്ചറിൽ, എന്തല്ലാതെ ഇല്ല അദാബ,
അദാബല്ലാതെ, ശിക്ഷയല്ലാതെ യാതൊന്നും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുകയില്ല. അതുകൊണ്ട് ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നരകവാസികൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷയായി ഭവിക്കുന്ന വചനം ഈ വചനാണ്. എന്ത്? ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. കാരണം നരകവാസികൾ നരകത്തിൽ ഇതാണ് ആസ്വദിക്കണത്, ഇല്ലേ? യാതൊരു സുഖമല്ല. ഹമീമും മുഗസ്സാഖും ഇതൊക്കെയാണ് ആസ്വദിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം അത് ലഘൂകരിക്കപ്പെടാനാണ്, അത് കുറയാനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് അദാബല്ലാതെ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, വർദ്ധിച്ച് കിട്ടൂല, ഒന്നും ഏറ്റി കിട്ടൂല എന്നുള്ളതാണ്. എന്നുണ്ടെങ്കിൽ നരകത്തിയിൽ പ്രവേശിച്ചവർക്ക് ശിക്ഷ കൂടുക എന്നുള്ളതല്ലാതെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്ന അവസ്ഥ അതുണ്ടാവില്ല എന്ന അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ടാണ് അവർ നരകവാസികൾ നരകത്തിൽ വെച്ച് മാലിക് എന്ന മലക്കിനെ വിളിച്ച് പറയുന്നുണ്ട്, യാ മാലിക് ഇദ്ഉ ലനാ റബ്ബക് യുഖഫിഫ് അന്നാ അദാബൻ യൗമൻ മിനൽ അദാബ്. മാലിക് നീ നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എന്തിന്? ഒരു ദിവസമെങ്കിലും ശിക്ഷ ഞങ്ങൾക്കൊന്ന് ലഘൂകരിക്കാൻ, ഒരു ദിവസമെങ്കിലും ശിക്ഷ ഞങ്ങൾക്കൊന്ന് ലഘൂകരിക്കാൻ. ആ പ്രയോഗം നോക്കി നിങ്ങൾ. മാലിക്കിനെ വിളിച്ചിട്ട് അവർ പറയാണ്, മാലിക്കെ നീ നിൻ്റെ റബ്ബിനോട് പറയണമെന്ന്. യാ മാലിക് ഉദ്ഉ ലനാ റബ്ബക് യുഖഫിഫ് അന്നാ അദാബ് യൗമൻ മിനൽ അദാബ് എന്നാണ്. ഒരു ദിവസം ശിക്ഷ ഞങ്ങൾക്കൊന്ന് ലഘൂകരിക്കാൻ നിൻ്റെ റബ്ബിനോട് ദ്വാരക്കാൻ എന്ന് പറഞ്ഞാൽ ഈ നരകാർഹർക്ക് അള്ളാഹ്നെന്ന് വിളിച്ചിട്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് തേടാൻ ഒരവസരമില്ലാത്ത അവസ്ഥ. മാത്രമല്ല ഞങ്ങളുടെ റബ്ബിനോട് തേടുന്നല്ല പറയുന്നത്, നിൻ്റെ റബ്ബിനോട് തേടുന്ന പറയുന്നത്. കാരണം എന്താ? ഞങ്ങളുടെ റബ്ബിനോട് തേട് എന്ന് പറയാൻ മാലിക്കിനോട് പറയാനുള്ള ഒരു അവസരം അവർക്കില്ല. കാരണം എന്താ? ഞങ്ങളുടെ റബ്ബിനെ അവരെന്ത് ചെയ്തില്ല, വേണ്ട വിധം ദുനിയാവിൽ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ റബ്ബിനോട് നീ തേട് എന്നാണ് മലക്കിനോട് ആവശ്യപ്പെടുകയാണ്, റബ്ബിനോട് തേടാൻ. എന്താ? നരകത്തിൽ നിന്ന് പുറത്ത് എടുക്കാനല്ല, അതിന് കഴിയില്ല. കാരണം നരകത്തിൽ നിന്ന് പുറത്തെടുക്കില്ല എന്നുള്ളത് അവർക്ക് അറിയാം. കാരണം അവരെ നരകത്തിൽ പ്രവേശിപ്പിച്ച അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിനെ ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അറുത്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഹുലൂദുൻ, ഇനി നിങ്ങൾക്ക് നരകത്തിൽ നിത്യവാസമാണ്, ഒരിക്കലും എന്തില്ല, നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അവസ്ഥയല്ല. അത് അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം നരകത്തിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദിവസമെങ്കിലും അല്പം വന്ന് ശിക്ഷയെ ലഘൂകരിക്കാൻ. പക്ഷേ അത് ലഘൂകരിക്കപ്പെടുക എന്നുള്ള അവസ്ഥയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക? ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പാണ്. മനസ്സിലായി? നരകത്തിൽ എത്തുന്ന പാപികൾ അവിടെ കേണിട്ട് കാര്യമല്ല, അവിടെ വീണ് താണ് കേണിട്ട് കാര്യമല്ല. അവിടെ എന്ത് ചെയ്യില്ല, അപേക്ഷ സ്വീകരിക്കപ്പെടില്ല. അവിടെ ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ അവസ്ഥകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി തന്നിട്ടുണ്ട്. അതിൽ ബോധവാന്മാരായിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? തങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് കേഴുകയും അള്ളാഹിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുകയുമാണ് വേണ്ടത്. പരലോകത്തെ കളമാക്കാതെ, പരലോക വിശ്വാസത്തെ നിസ്സാരമായി കാണാതെ അതിനെ ഗൗരവത്തിൽ കണ്ട് ഇവിടെ ഭൗതിക ജീവിതം നയിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ താഗീനെ കുറിച്ച് പറഞ്ഞു. താഗീൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ അതിർ ലംഘിച്ചവരാണ്. മനസ്സിലായില്ലേ? എന്നാൽ വിധി വിലക്കുകൾ മാനിച്ചവരുണ്ട്, വിധി വിലക്കുകൾ ഉള്ളിൽ ജീവിച്ചവരുണ്ട്. അവരാണ് മുത്തഖീങ്ങൾ. താഗീന് എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? മുത്തഖീങ്ങൾക്ക് എന്ത് എന്നുള്ളതാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ എന്ന് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.